കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ആ കുട്ടിയുടെ കാര്യം ഇനി കഷ്ടത്തില്ല. ആ സുധാമണി ഇതിനൊരു പരിവാക്കും. ഇത്രയും നാൾ അതിന്റെ അച്ഛനുണ്ടായിരുന്നോണ്ടേ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതും പോയില്ലേ. അച്ഛാ, അച്ഛൻ പോയപ്പം എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടി വരുമായിരുന്നില്ല അച്ഛൻ്റെ കൂടെ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ അച്ഛാ പോയത്? എന്നാലും ആ മനുഷ്യനെ ഇത്ര പെട്ടെന്നങ്ങ് പോയല്ലോ. ഞാൻ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനാണെന്നറിയോ? പൊന്നു പോലെ ഈ ഉള്ളംകൈയിലല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ജീവിച്ചിരുന്നപ്പം ഒരു തരി സ്നേഹം എൻ്റെ അച്ഛനോട് കാണിച്ചിട്ടില്ല. ഇപ്പൊ എന്തൊരു അഭിനയ ചെറിയമ്മയുടെ. മോളെ, നീ വിഷമിക്കരുത്. നിനക്ക് ആരും ഇല്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട. നിനക്ക് എല്ലാവരും ഉണ്ട്. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന അച്ഛന്റെ ആത്മാവ് വിഷമിക്കില്ലേ? നീ ഇപ്പൊ ധൈര്യം സംഭരിക്കേണ്ട സമയ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചീനെ വിളിക്കണം കേട്ടോ. ചേച്ചി ഇറങ്ങട്ടെ, നേരം വൈകി. നിത്യ, ഇപ്പൊ കുറച്ച് ദിവസം ആയില്ലേ മോളെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട്. നാളെ തൊട്ട് നീ ജോലിക്ക് വന്ന് തുടങ്ങണം. അത് നിനക്കും ഒരു വലിയൊരു ആശ്വാസമായിരിക്കും. ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നോണ്ടാ നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുന്നത്. നിനക്കറിയാലോ നിത്യ, നമ്മുടെ അവിടുത്തെ ഓഫീസിലെ കാര്യം. ഇനിയും ലീവ് തരുമെന്ന് എനിക്ക് തോന്നണില്ല. സാർ അങ്ങനെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. അടുത്ത ദിവസം തൊട്ട് തന്നെ ഞാൻ വരാച്ചി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, നാളെ ഓഫീസിൽ കാണാം. ശരി ചേച്ചി. നാളെ തൊട്ട് ജോലിക്ക് പോകണം. അല്ലാതെ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാൽ എനിക്കിനി ഭ്രാന്ത് പിടിക്കും. ഡി, അവൻ നല്ല പയ്യനാ. എത്രയും വേഗം നടത്തണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ചെറിയമ്മ, അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസം ആയുള്ളൂ. ചെറിയമ്മയ്ക്ക് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? അതിനിപ്പോ എന്താ, എപ്പോഴായാലും വേണ്ടതല്ലേ. ആളുകളെ നോക്കി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് നടത്തിയാൽ അത്രയും നല്ലത്. ഈ സ്ത്രീയോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി നീ തന്നെ കാണിച്ചു തരണേ. നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല ചെറിയമ്മ, കിടക്കാൻ തുടങ്ങുമായിരുന്നു. ആ, നിന്നോട് സംസാരിക്കേണ്ട ഒരാൾ വന്നിട്ടുണ്ട്. ആരാ ചെറിയമ്മ ഈ പാതിരാത്രിക്ക്? എടാ രാജേഷേ, ഇങ്ങ് കേറി വാ. നിനക്കല്ലേ ഇവളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നിത്യ, ഉറങ്ങിയായിരുന്നോ? തലയ്ക്ക് ബോധമില്ലാത്തവരോടൊന്നും സംസാരിക്കാൻ എനിക്കിപ്പോ പറ്റത്തില്ല ചെറിയമ്മ. ഹായ് നിത്യ. നിത്യ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. നീ എന്റെ കൂടെ ഇങ്ങ് പോരെ. നിന്നെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ല. ദൈവം ഒന്ന് ഇറങ്ങി പോവോ? അവനങ്ങനെ പോവാൻ വന്നവനല്ല. നീ ആ റൂമിലോട്ട് കയറി ഇരുന്നങ്ങ് സംസാരിക്കും രാജേഷേ. ഡീ, വാതില് തുറക്കാൻ. നിന്നോടാ പറഞ്ഞത് വാതില് തുറക്കാൻ. ദൈവമേ, ഈ ചെറിയമ്മ എന്തിനുള്ള പുറപ്പാടാ? എനിക്ക് ഇവര് ഒരു തുള്ളി സമാധാനം തരില്ലേ? ഡീ, നീ വാതില് തുറക്കുന്നുണ്ടോ? നീ ഇപ്പൊ പൊക്കോടെ രാജേഷേ. ഇവളുടെ അഹങ്കാരം ഞാൻ വൈകാതെ തന്നെ തീർത്തു കൊടുക്കുന്നുണ്ട്. ദൈവമേ, ഞാനിനി എന്തെല്ലാം സഹിക്കണം? ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എൻ്റെ മുന്നിലില്ലല്ലോ. ദൈവമേ, നീയല്ലാതെ വേറെ ആരും എൻ്റെ രക്ഷയ്ക്കില്ല. ആ നിത്യ, നീ വന്നോ? ഇന്നൊത്തിരി നേരത്തെ ആണല്ലോ. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ചേച്ചി. നിത്യ, വേഗം പോയി രജിസ്റ്റർ സൈൻ ചെയ്യാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോൾ മാധവൻ സാർ വന്ന് എടുത്തിട്ട് പോകും. വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങള്. ശരി ചേച്ചി. നിത്യ, തന്നെ മാധവൻ സാർ വിളിക്കുന്നുണ്ട്. ചെല്ലു നിത്യ, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും സാറിന്. ആ നിത്യ, വരൂ. എങ്ങനെ, താനിപ്പോ ഓക്കെ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ ആണ് സർ. താൻ കുറെ ദിവസം ലീവ് ആയതുകൊണ്ട് കുറെ പെൻഡിങ് വർക്ക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കണേ. ചെയ്യാം സർ. പിന്നെ തന്റെ കഴിഞ്ഞ മാസത്തെ ഫുൾ സാലറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ആ കാര്യം ഓർത്ത് ഇനി താൻ ടെൻഷൻ വേണ്ട. താങ്ക് യു സർ. പിന്നെ നിത്യ, ഞാനൊരു മാറ്റർ തനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. താൻ അതൊന്ന് ചെക്ക് ചെയ്തിട്ടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ചെയ്തു തരണേ. ശരി സർ. എടി, ദൈവമേ, ചെറിയമ്മയാണല്ലോ. ചെറിയമ്മ എന്താ ഇവിടെ? ഓ, തമ്പുരാട്ടി എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ? നിത്യ, ആരാ ഇത്? സാർ, ഇതെന്റെ ചെറിയമ്മയാണ്. തന്റെ ചെറിയമ്മയ്ക്ക് എന്താ ഇവിടെ കാര്യം?
ഇത് ഓഫീസ് ടൈം ആണെന്ന് അറിഞ്ഞൂടെ? വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം പോകാൻ പറയൂ. ഞാൻ പറയാം സാറേ, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടാന്ന് ആരും കരുതണ്ട. ചെറിയമ്മേ, ചെറിയമ്മ അങ്ങോട്ടേക്ക് വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. എനിക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. എനിക്ക് ഈ സാറിനോടാ പറയേണ്ടത്. സാറേ, ഇവളുണ്ടല്ലോ, ഈ ഒരുമ്പെട്ടോളം രാവിലെ ചമഞ്ഞൊരുങ്ങി ഇറങ്ങും. എങ്ങോട്ടാ പോണതെന്ന് വീട്ടുകാർക്ക് അറിയണ്ടേ? ചെറിയമ്മ, ഇതൊരു ഓഫീസാ, ആളുകൾ ശ്രദ്ധിക്കുന്നു. പോടി അവിടെ നിന്ന്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് നീ എന്തിനാ രാവിലെ ഒരുങ്ങിക്കേട്ടി ഇറങ്ങുന്നേന്നുള്ളത്. നിത്യ, ഇതൊരു ഓഫീസാണ്. ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അതെ സാറേ, കല്യാണം ഉറപ്പിച്ച പെണ്ണ ഈ അഴിഞ്ഞാട് നടക്കുന്നതെന്ന് ഓർക്കണം. അവൻ പറഞ്ഞതാ ജോലിക്കൊന്നും പോണ്ടാന്ന്. നല്ല തങ്കക്കുടം പോലത്തെ പയ്യൻ. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവൾക്ക് എന്താ അവനെ പിടിക്കാത്തതെന്ന്. ചെറിയമ്മേ, ചെറിയമ്മ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്നെ അങ്ങനെ ഇപ്പൊ പറഞ്ഞു വിടാന്ന് നീ കരുതണ്ടടി. ചെറിയമ്മേ, ചെറിയമ്മോട് ഇവിടുന്ന് പോവാനാ പറഞ്ഞത്. എന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കാറായോടി നീ? നിങ്ങൾക്കറിയോ, തള്ളയില്ലാത്ത ഇവളെ തറയിലും താഴെയും വെക്കാതെ ഞാൻ പൊന്നു പോലെയാ വളർത്തിയത്. എന്നിട്ട് എന്നോട് ഇവിടെ മിണ്ടാതിരിക്കാൻ പറയുന്നത് ആസത്ത്. നിത്യ, ഈ സ്ത്രീയോട് പോകാൻ പറ, ഇല്ല ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് എന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട സാറേ. ഇതൊക്കെ ഈ സുധാമണി കുറെ കണ്ടിട്ടുള്ളതാ. ഞാൻ ഇപ്പൊ പോവാ, നീ വീട്ടിലോട്ട് വാ, ബാക്കി ഞാൻ അപ്പ തരാം. അവളുടെ ഒരു ജോലി. നോക്ക് നിത്യ, ഈ ഓഫീസ് ഇത്ര ദൂരം വളർത്തിക്കൊണ്ട് വരാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മേലെ ആവർത്തിച്ചേക്കരുത്. തന്റെ ഫാമിലി പ്രോബ്ലംസ് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ തന്റെ ജോലിയെ തന്നെ അത് ബാധിക്കും, പറഞ്ഞേക്കാം. അറിയാം സാർ, ഞാനിനി ഇവിടെ ജോലി തുടർന്ന അവരിനി എന്നെ ഇവിടെ തേടി വരും. അത് ഇവിടെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയാവത്തില്ല സാർ. ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യുക. നിത്യ, താൻ ആലോചിച്ചിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിക്കാനൊന്നുമില്ല സാർ. അവരെവിടെ എനിക്ക് സമാധാനം തരത്തില്ല. ഇനി എനിക്കിവിടെ ജോലി ചെയ്യാനും പറ്റത്തില്ല സാർ. ഞാൻ എന്തായാലും റിസൈൻ ചെയ്യുക. സാർ എന്നോട് ക്ഷമിക്കണം. നിത്യ, നിനക്ക് റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ മോളെ. ആലോചിക്കാനൊന്നുമില്ല ചേച്ചി. ചേച്ചിക്കറിയാലോ അവരുടെ സ്വഭാവം. ഞാൻ എവിടെ പോയാലും അവരെനിക്ക് സമാധാനം തരത്തില്ല. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ ചേച്ചി. ഇറങ്ങട്ടെ.